ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചാനിച്ച മാങ്ങ പച്ചടി. നല്ല അധികം പഴുത്തതല്ല, ചാനിച്ചത്. ഇപ്പം വെക്കേഷൻ കാലമായതുകൊണ്ട് നമ്മളിപ്പം മാങ്ങ ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു സമയമായി. ചാനിച്ച മാങ്ങ കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വിഭവം. അതിൻ്റെ വേണ്ടിയ സാധനങ്ങൾ കാണിക്കാൻ പോവുകയാണ്. ചാനിച്ച മാങ്ങ അണ്ടിയോടുകൂടി ഉള്ള മാങ്ങ ആയിരിക്കണം. ചെറുതായിട്ട് തൊലി കളഞ്ഞ് നാലായിട്ട് കീറി വെച്ചത് ആണ് ചാനിച്ച മാങ്ങ. മുളക് പൊടി, ഉപ്പ്, അരയ്ക്കാനുള്ള മസാലയാണ് തേങ്ങ ചുരണ്ടിയത്, ഉണക്കമുളകിൻ്റെ അരി, ജീരകം, കടുക് ചതച്ചത്. കറിയുടെ മുകളിൽ ഒലത്തി ഒഴിക്കാനുള്ളതാണ് എണ്ണ, കടുക്, ഉണക്കമുളക്, ഉലുവ, കരിവേപ്പില. ആദ്യം ചെയ്യാൻ പോകുന്ന ഈ ചട്ടിയിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇടുക. അതിലോടുകൂടി മുളക് പൊടി, ഉപ്പ്, കരിവേപ്പില, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, വേവിക്കുക. മാങ്ങ ഇതിലേക്ക് ഇടുകയാണ്. മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, കരിവേപ്പില ഒരു തണ്ട്, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇളക്കി കത്തിക്കാൻ പോകുന്നു. മൂടി വെച്ച് വേവിക്കുക. തേങ്ങ, മുളകിൻ്റെ അരി, വത്തൽമുളകിൻ്റെ അരിയാണ്, ജീരകം. ഇതിന് നമ്മൾ അരയ്ക്കുക. വെള്ളം ചേർത്ത് നല്ല കുഴഞ്ഞിരിക്കത്തക്കവണ്ണം. ഇപ്പം നമ്മുടെ മാങ്ങ ഏകദേശം ചാറൊക്കെ പറ്റി തുടങ്ങി. ഇതിലേക്ക് നമുക്ക് ഇനിയും കടുക് ചതച്ചതും തേങ്ങ അരച്ചതും ചേർക്കാം. അപ്പോൾ തേങ്ങ അരച്ചതിലോട്ട് കടുക് ചേർക്കുക, ചതച്ചത് ഇതിൽ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും കടുക് ചതച്ചതും ചേർക്കാൻ പോകുന്നു. അപ്പം നമ്മുടെ ചാനിച്ച മാങ്ങ പച്ചടി റെഡിയായി. ഇനിയും നമുക്ക് ചെയ്യേണ്ടത് ഇതിലോട്ട് എണ്ണയിൽ കടുക് വറുത്ത് ഒഴിക്കാനുള്ളതാണ്. എണ്ണ ഒഴിക്കുക, കടുക് ഇടുന്നു, ഉലുവ, ഉണക്കമുളക്, ഒരു കരിവേപ്പില. അപ്പം നമ്മുടെ മാങ്ങാപ്പച്ചടി റെഡിയായി. ഇത് ഇതിൻ്റെ കൂടെയും കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, അവരവർക്ക് ഇഷ്ടമുള്ള ഏതിൻ്റെ കൂടെ വേണേലും കഴിക്കാം.